രീതിയിൽ കുട്ടികൾക്ക് ഈ ക്രിസ്മസ് ദിനം അവധി ആസ്വദിക്കാനും അതോടൊപ്പം ബാലസംഘം ജന്മമെടുത്തത് ഡിസംബർ 28-ാം തീയതിയാണ്. ആ തീയതി ഇന്ന് കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും ഇത്തരത്തിലുള്ള കാർണിവൽ പരിപാടി സംഘടിപ്പിക്കുകയാണ്. കാർണിവൽ എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമാർന്ന ചില പരിപാടികളാണ് കാർണിവലിൽ ഉണ്ടാവുക. വിശാലമായ ഗ്രൗണ്ടുകളിൽ അതോടൊപ്പം സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് കാർണിവൽ സംഘടിപ്പിക്കാറ്. നമ്മുടെ വില്ലേജിൽ മേക്കുന്ന് നോർത്തിലുള്ള ഈ ഗ്രൗണ്ടിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ചില പോരായ്മകളുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഈ വെയിലിനെ തടയാൻ ആവശ്യമായിട്ടുള്ള മറ്റ് പന്തലുകളൊന്നും കെട്ടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ രാവിലെ വന്ന് പന്തൽ കിട്ടുമ്പോൾ തന്നെ കെട്ടിയ പന്തൽ മേലോട്ടേക്ക് പോയി കാറ്റ് പിടിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു അരമണിക്കൂറും കൂടി അതിൻ്റെ ഒരു പ്രയാസം നമ്മൾ ഈ വെയിലുമായി ബന്ധപ്പെട്ട പ്രയാസം നമ്മൾ സഹിക്കേണ്ടി വരും. കാരണം ഇവിടെ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പ്രയാസമുള്ളതുകൊണ്ട് ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. അതോടൊപ്പം ചരിത്രപരമായിട്ടുള്ള കുറേ സാധനങ്ങൾ, ഒരു ചരിത്ര മ്യൂസിയം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പഴയകാല കാർഷിക ഉപകരണങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്തുകാർ ഉപയോഗപ്പെടുത്തിയിരുന്ന ഓല കൊണ്ട് മടഞ്ഞ അതുപോലെ മറ്റു ഉപകരണങ്ങൾ ഇവിടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതോടൊപ്പം നമ്മുടെ ചൊക്ലിയുടെ അല്ലെങ്കിൽ മേനപ്രത്തിൻ്റെ അഹങ്കാരമായിട്ടുള്ള ഫായിസ് നാസറിനെ നമുക്കറിയാം. 10 പ്രാവശ്യം ഗിന്നസ് ബുക്കിൽ ഇടം തേടിയിട്ടുള്ള വലിയൊരു കലാകാരനാണ് നമ്മുടെ നാട്ടിലുള്ള മേനപ്പുറത്തുള്ള നാസർക്കാരുടെ മകൻ ഫായിസ് നാസർ തൻ്റെ സ്കൂൾ ജീവിതത്തിൽ ക്ലാസ് മുറിയിൽ നിന്നും കയ്യിൽ കിട്ടിയ നോട്ട് പുസ്തകം വിരലിൽ തിരിച്ചുകൊണ്ട് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആദ്യ തുടക്കം സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് നോട്ട് ബുക്ക് തിരിച്ചുകൊണ്ടാണ്. അത് ഇന്ന് വ്യത്യസ്ത രീതിയിലുള്ള കനം കൂടുതലുള്ള ഓരോ വസ്തുക്കളും എൻ്റെ കൈയുടെ വിരലിൽ നിന്ന് സ്പീഡിൽ തിരിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു കഴിവ് സ്വായത്തമാക്കിയിട്ടുള്ള ഫായിസ് നാസർ ഇന്ന് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഇവിടെ അവരുടെ ആ ഒരു കഴിവിലൂടെ കുട്ടികൾക്കാകെ പകർന്നു കൊടുക്കുന്ന രീതിയിൽ ഇവിടെ പ്രദർശനമുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ മുഴുവൻ പഴയകാല ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു കാർണിവലിൻ്റെ ഭാഗമായി ഇവിടെ നടക്കും. അതോടൊപ്പം ഈ കാർണിവൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ലിതേഷ് കോളയാട് എന്ന് പറയുന്ന നമ്മുടെ ഫ്ലവേഴ്സ് TV, അതോടൊപ്പം മഴവിൽ മനോരമ, അതോടൊപ്പം സിനിമ എന്നീ ഫീൽഡുകളിലൊക്കെ അഭിനയ രംഗത്ത്, അതോടൊപ്പം മിമിക്രി രംഗത്ത്, ചെറിയ ചെറിയ മാജിക്കുകൾ, അങ്ങനെ എല്ലാ സകലകല വല്ലഭനായിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് ലിതേഷ് മാഷ്. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജിയുടെ അധ്യാപകനാണ്. അദ്ദേഹം ഇപ്പോൾ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 7 സപ്തദിന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പിൻ്റെ ഇടയിൽ നിന്നാണ് ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നടപടിക്രമങ്ങളും ഈ ഉദ്ഘാടന ചടങ്ങും ബാലസംഘം മേനപ്പുറം മുഴുവൻ കൂട്ടുകാരെയും ബാലസംഘം മേനപ്പുറം വില്ലേജ് കമ്മിറ്റി റെഡി. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ലിതേഷ് എന്നാണ്. ലിതേഷ് കോളയാട് മാഷാണ്. +2 മാഷായിട്ട് പഠിപ്പിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം
വെയിലൊക്കെ ഉണ്ട്, വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാ. വൈകുന്നേരത്തൊക്കെ വെയിൽ കൊണ്ടാൽ വളരെ നല്ലതാണെന്ന് പറയാം. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു മിമിക്രിയോട് കൂടി തുടങ്ങാം. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ. ഹലോ ഹലോ. ഓക്കെ, നമുക്ക് അത് മതി, ഉള്ളത് വെച്ച് ചെയ്യാം. ഓക്കെ, ചെറിയൊരു മിമിക്രി തുടങ്ങട്ടെ മക്കളെ. നല്ല കൈയടി അടിക്കുമോ? ഓക്കെ, നിങ്ങളൊന്ന് കൈയടിച്ച് എത്ര ശക്തി നോക്കട്ടെ നിങ്ങൾക്ക്. ഒന്നുകൂടെ സ്ട്രോങ് ആവട്ടെ, എന്നെ കൈയടി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം. നമുക്ക് ആ ബോക്സ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല, അപ്പോൾ വിസിൽ വരും. അതുകൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല സൗണ്ട് കിട്ടുക. ഇത് പുറത്തെ സൗണ്ട് ക്ലിയർ ആണ്, പക്ഷെ ഇങ്ങോട്ട് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ബാലസംഘം ബാലദിനം കാർണിവൽ മേനപ്പുറം വില്ലേജ് ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. മേനപ്പുറം കാർണിവലിലേക്ക് ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. മേനപ്പുറം കാർണിവലിലേക്ക് ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. ബാലസംഘത്തിന്റെ കാർണിവലിലേക്ക് ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. വർണ്ണശബളമായ ഹരിതഭൂയിഷ്ഠമായ ചരിത്രമുറങ്ങുന്ന മേനപ്പുറം നാട്ടിലേക്ക് ഏവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറെ വളരെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് സ്നേഹോഷ്മളമായ സ്വാഗതം. ഈ ബാലസംഘം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെയുള്ള ഒരു സംഘടനയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ഏതെങ്കിലും ഒരു ഗോപാലകൃഷ്ണൻ തുമ്മിക്കഴിഞ്ഞാൽ തിരക്കുന്ന മൂക്കല്ല ബാലസംഘം എന്നുള്ളത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിയാൽ നന്ന്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ബാലസംഘത്തിന്റെ മേനപ്പുറം കാർണിവൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ചടങ്ങിന് ആശംസകൾ നേരുന്നു. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ മജീഷ്യൻ മുതുകാണ് മജീഷ്യൻ മുതുകാടിന് സ്നേഹസ്വാഗതം. മജീഷ്യൻ മുതുകാടിന് സ്നേഹസ്വാഗതം. അടുത്തൊരു മോനെ അങ്കിള് ചെറിയൊരു മാച്ച് കളിക്കാൻ പോവാണ്. ഈ മാജിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്കിള് ആദ്യമായിട്ട് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോന്റെ പോക്കറ്റിൽ നിന്നും 1000 രൂപ നോട്ട് എടുക്കുകയാണ്. റൈറ്റ്. അതിനുശേഷം മകള് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോന്റെ പോക്കറ്റിൽ നിന്നും 1000 രൂപ നോട്ട് എടുക്കുകയാണ്. റൈറ്റ്. അങ്ങനെ മനോഹരമായി എങ്ങനെ 2000 രൂപ നോട്ട് അടിച്ചു മാറ്റാം എന്നല്ല അങ്കിള് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ബാലസംഘത്തിലൂടെ നിങ്ങളുടെ കഴിവുകളൊക്കെ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. അത് അതിന്റെ നിറവിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മിമിക്രി ആവശ്യമുള്ളപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവാം. റെഡിയല്ലേ? റെഡി? ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര കണ്ട് സ്ട്രോങ് ആയിട്ട് കൈയടിക്കുന്നത് ഞാനൊന്ന് നോക്കാൻ പോവാം. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഞാൻ വണ്ണെന്ന് പറയുന്നത് നമ്മൾ വളരെ പതുക്കെ കൈയടിക്കണം. വളരെ പതുക്കെ. റെഡിയാണോ? എല്ലാവരും കൈയടിക്കണേ. നമുക്ക് നല്ല എനർജി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 1 എന്ന് പറയുമ്പോൾ പതുക്കെ കൈയടിക്കുക. 2 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കൂട്ടുക. 3 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കൂട്ടുക. 10 എന്ന് പറയുമ്പോൾ മാക്സിമം അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് കൈയടിക്കുക. റെഡിയല്ലേ? എല്ലാം റെഡിയാണോ? ഓക്കെ. 1 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? പതുക്കെ. 2 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആവണം. 3 ഒന്നുകൂടെ സ്ട്രോങ്. ഞാൻ 10 വരെ ഉണ്ട്. 10 എന്ന് പറയുമ്പോൾ മാക്സിമം എനർജറ്റിക് ആയിരുന്നു. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ആരംഭിക്കുകയാണേ. റെഡി? ഓക്കെ. 1 പതുക്കെ. 2 കൂടട്ടെ. 3 ഒന്നുകൂടെ കൂടട്ടെ. 4 അതിങ്ങനെ കഴിച്ചോണ്ട് നിർത്തണ്ട. ഞാൻ 5 എന്ന് പറയുമ്പോൾ കൂടി വരിക. 5 6 7 8 9 10 മാക്സിമം പോട്ടെ. മാക്സിമം. ഓക്കെ. നല്ല ശക്തിയുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ മക്കളെ ഇത്തരം ക്യാമ്പുകളൊക്കെ നമ്മൾ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നല്ല ആത്മവിശ്വാസം ലഭിക്കാനും നമുക്ക് നല്ല ധൈര്യം ലഭിക്കാനും അല്ലേ, മനുഷ്യനായിട്ട് കാണാനൊക്കെയുള്ള കഴിവുകൾ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ഇത്തരം ക്യാമ്പുകൾ നമ്മൾ അത്ര കാര്യങ്ങൾ പറയണ്ടേ? ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ മിമിക്രിയൊക്കെ ചെയ്ത് നമുക്ക് സമൂഹത്തിൽ നന്നായിട്ട് ഇടപെടണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? എന്തായാലും പറയാം. ഞാനിപ്പോൾ പറഞ്ഞത് എന്താ പറഞ്ഞേ? ആരാ പറയാം?
ആ എന്താ ഞാനിപ്പോ പറഞ്ഞേ? മോന്റെ പേര് ഓക്കെ, നല്ല പേര്, ഗുഡ്. ഓക്കെ, ഞാനെന്താ പറഞ്ഞപ്പോ നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ, നന്നായിട്ട് പഠിക്കാൻ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ആത്മവിശ്വാസം, അല്ലേ? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും, ആത്മവിശ്വാസം. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരട്ടെ? ആ, റെഡിയാണോ? ഓക്കെ. അപ്പൊ ആദ്യം ചെറിയൊരു കഥ പറയാം. കഥയല്ല, ഉണ്ടായ കാര്യമാണ്. അപ്പൊ അതൊന്ന് നിങ്ങളെ സൂചിപ്പിക്കുക. റെഡി? നിങ്ങൾ ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടുണ്ട്? ഓസ്ട്രേലിയ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓസ്ട്രേലിയയില് ഒരു കുട്ടി ജനിക്കുകയാണ്. ജനിച്ച ഉടനെ തന്നെ സ്വന്തം അമ്മ ആ കുട്ടിയുടെ മുഖം നോക്കി ആദ്യം പറഞ്ഞ കാര്യം എന്താ അറിയോ? യൂസ്ലെസ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നാണ് ആ അമ്മ സ്വന്തം കുട്ടിയുടെ മുഖം നോക്കി ആദ്യം പറഞ്ഞ വാക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടിയുടെ അമ്മ പറയാണ് നിന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് കേട്ട് കുട്ടി ഇങ്ങനെ പതുക്കെ വളർന്നു വലുതാവും. ആ കുട്ടിയുടെ പ്രത്യേകതയാണ് കുട്ടിക്ക് 2 കാലുകളില്ല, കൈകളില്ല. എന്താണ് പ്രത്യേകത? കുട്ടിക്ക് 2 കാലുകളില്ല, കൈകളില്ല. ക്ലിയറാണോ? അപ്പൊ കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യം നിന്നെ കൊണ്ടാവില്ല, നിനക്ക് 2 കാലുമില്ല, കയ്യും ഇല്ല, എന്തൊരു യൂസ്ലെസ് ആണ്, എന്തൊരു നികൃഷ്ട ജന്മമാണ് എന്ന് ഇങ്ങനെ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ് കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ കുട്ടി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നുള്ള ആൾക്കാര്, നാട്ടിലുള്ള ആൾക്കാര്, ബന്ധുക്കളൊക്കെ തന്നെ ഇങ്ങനെ കാണാൻ വരുന്ന സമയത്ത് വീണ്ടും ഇതേ കാര്യമാണ് എല്ലാവരും പറയുന്നത്. എന്താ പറയുന്നത്? നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, എനിക്ക് 2 കാലും കയ്യും ഇല്ല, അയ്യോ കഷ്ടം, എന്തിനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ട് കുട്ടി ഇങ്ങനെ വളർന്നു വരികയാണ്. അവനെ കുട്ടി അങ്ങനെ ഏകദേശം ഇതെല്ലാം കേട്ട് വളർന്നു വന്ന് 1-ാം ക്ലാസ്സിൽ എത്തേണ്ട സമയമായി. എത്രാം ക്ലാസ്സില്? 1-ാം ക്ലാസ്സിൽ എത്തേണ്ട സമയമായി. അപ്പൊ 1-ാം ക്ലാസ്സിലേക്ക് കുട്ടി ജോയിൻ ചെയ്തു. കുട്ടി വളരെ സന്തോഷത്തോടെ 1-ാം ക്ലാസ്സിലെത്തി. എന്താ കാരണം? ആരൊക്കെ കുട്ടീനോട് നിന്നെ കൊണ്ടാവൂല എന്നും യൂസ്ലെസ് ആണെന്നും 2 കാലുകളില്ല, കൈകളില്ല, ഇന്നതിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും കൂട്ടുകാര് കൂടെ കൂട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട് 1-ാം ക്ലാസ്സിലെത്തിയപ്പോ, അല്ലേ? അപ്പൊ 1-ാം ക്ലാസ്സിലെത്തി. ഫ്രണ്ട്സും എന്താ പറഞ്ഞറിയോ? 1-ാം ക്ലാസ്സിലെ കൂട്ടുകാരെന്താ പറഞ്ഞറിയോ? ഇനി മാറിക്ക്, എനിക്ക് 2 കാലും കയ്യൂല, നമ്മളൂടെ കളിക്കണ്ട, വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് ആകെ സങ്കടാവൂലേ? കുട്ടിക്ക് സങ്കടമായി. കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചു. അങ്ങനെ കുട്ടി ഒരു കാര്യം തീരുമാനിച്ചു. എന്താ അറിയോ? എല്ലാരും എന്നെ കളിയാക്കുക, എന്റെ അമ്മ എന്നെ കളിയാക്കുന്നു, നിന്നെ കൊണ്ടാവൂല എന്ന് പറയുന്നു, അല്ലെ? വീട്ടുകാര് പറയുന്നു, ബന്ധുക്കൾ പറയുന്നു, നാട്ടുകാർ പറയുന്നു. പിന്നെ ആരാ ഇപ്പൊ പറയുന്നത്? ഫ്രണ്ട്സും പറയും. വെരി ഗുഡ്, ഫ്രണ്ട്സും പറയും. അപ്പൊ അങ്ങനെ കുട്ടി തീരുമാനിച്ചു, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി എന്ന് കുട്ടി തീരുമാനിച്ചു. കാരണം എല്ലാവരും കളിയാക്കി കുട്ടിക്ക് വല്ലാത്ത പ്രയാസം. അങ്ങനെ കുട്ടി നേരെ എന്ത് തീരുമാനിച്ചു? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നേരെ സ്കൂളിൽ ആയാന്ന് പറഞ്ഞാറില്ലേ, അവിടെ ഭക്ഷണമൊക്കെ വെക്കുന്ന എല്ലാവരെയും നോക്കുന്ന ഒരാളുണ്ട്. അവരോട് പോയി പറഞ്ഞു, എന്നെ എല്ലാവരും കളിയാക്കുന്നു, എനിക്ക് 2 കാലുകളും കൈകളും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്നെ ജീവിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞാൽ
കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന കാർണിവൽ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കൂട്ടായ്മകൾ വളർത്തിയെടുക്കുക, അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ പറ്റുന്ന നിലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഓരോ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മേനപ്പുറത്തെ കേന്ദ്രത്തിലാണുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇന്നലെ വരെ കണ്ടു പരിചയമില്ലാത്ത നമ്മുടെ പഴയ കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഗൃഹോപകരണങ്ങളും കാർഷികോപകരണങ്ങളും മാത്രമല്ല, ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ ഉപകരണങ്ങളെല്ലാം ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് കാണാനും അത് പരിചയപ്പെടാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുകയാണ്. അതോടൊപ്പം എല്ലാ കേന്ദ്രങ്ങളിലും വിവിധ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വൈവിധ്യപൂർണമായ പലഹാരങ്ങൾ ഫുഡ് കോർട്ട് എന്ന പേരിൽ എല്ലാ കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന നിലയിൽ ഉള്ള വലിയ പരിപാടികളാണ് ഓരോ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വലിയ നിലയിലുള്ള കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുകയാണ്. എല്ലാ വിഭാഗത്തിലുംപ്പെട്ട കുട്ടികളാണ് ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന ആളുകളുടെ സഹായത്തോടെയും പിന്തുണയോടും കൂടി മാത്രമേ കുട്ടികളുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്താൻ സാധിക്കൂ. ആ നിലയിൽ ഇവിടെയും നല്ല നിലയിൽ മുതിർന്ന ആളുകൾ, രക്ഷിതാക്കൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ സജീവമായി രംഗത്തുണ്ട്. ബാലസംഘം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം കുട്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതര കുട്ടികളുടെ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും അംഗീകരിക്കുക, അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന സന്ദേശമാണ് ബാലസംഘം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി നൽകുന്നത്. അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കളികളിൽ, അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കൂടിയെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ബാലസംഘം ലക്ഷ്യമിടുന്നത്.
നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കണം. ആഹ്ലാദത്തിന്റെ ഹോർമോണിന്റെ പേരാണ് ഡോപ്പമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോണുകളുണ്ട്. അത് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മളെന്നും ഹാപ്പി ആയിരിക്കും, നമുക്ക് അസുഖമൊന്നും വരുന്നില്ല, നമ്മൾ നന്നായിട്ട് പോകും. അതില്ലെങ്കിൽ ആകെ ടെൻഷനായി, ബുദ്ധിമുട്ടായി, വിഷാദം ബാധിച്ച് വല്ലാത്ത പ്രയാസത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ഇതെല്ലാം മാറ്റാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആരും എണീറ്റുന്നില്ല. ഒരു 4 സുഹൃത്തുക്കൾ അടുത്തുള്ള ഇവിടുന്ന് കണ്ടുകെട്ടിയ സുഹൃത്തുക്കളാണോ മതി, കുഴപ്പമൊന്നുമില്ല. ഒന്ന് എണീറ്റ് നിൽക്കുക, സിമ്പിളാണ്, കേട്ടോളൂ. ആ ഇനി 2 പേരാണ് കുഴപ്പമില്ല, 4 പേരാണ് കുഴപ്പമില്ല, 6 പേരാണെങ്കിലും കുഴപ്പമില്ല, എന്ന് എണീറ്റ് നിൽക്കുക. ആ ഓക്കെ ശരി, ഒന്ന് എണീറ്റ് നിൽക്കൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കേട്ടോളൂ. നമ്മൾ ചെയ്യുന്നത്, ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. അപ്പോൾ 1 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഒന്ന് ചർച്ച ചെയ്യുക. ആ കാര്യം നമ്മൾ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം എന്നൊന്ന് ചർച്ച ചെയ്യാം. റെഡി? പെട്ടെന്ന് ചർച്ച ചെയ്യണം. 2 എന്ന് പറയുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ റെഡി ആവുക. 3 എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്യുന്നു, 4 അവസാനിക്കും. എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മള് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുടെ കൂടെ മൊബൈൽ ഫോൺ അല്ലാതെ നമ്മൾ കൈ കൊണ്ട് ഒരു മനോഹരമായ സെൽഫി എടുക്കുകയാണ്. സെൽഫി എടുക്കാൻ അറിയില്ലേ? മനോഹരമായ സെൽഫി എടുക്കുകയാണ്. റെഡിയാണോ? അപ്പൊ ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഫ്രെയിം, നമ്മൾ ഇങ്ങനെ നിൽക്കണോ, ഇരിക്കണോ, കിടക്കണോ, ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. റെഡി? അപ്പൊ നല്ലൊരു സെൽഫി ചെയ്താൽ നമ്മൾ അങ്ങനെ തന്നെ. വെരി ഗുഡ്. ഞാൻ ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്യണോ, എല്ലാവരും ചെയ്യണത്. മോളെത്രയല്ല പഠിക്കുന്നേ? 8ലാണ് ചെയ്യാൻ പാടില്ലെന്നുണ്ടല്ലേ? ചെയ്യുമോളെ. ഓക്കെ. അപ്പൊ ഞാൻ 1 എന്ന് പറയുമ്പോൾ മനോഹരമായി ചിരിച്ചുകൊണ്ടുള്ളൊരു സെൽഫി. 4ാമത്തെ വിസിൽ വരെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. 4 എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ. എല്ലാവർക്കും ചെയ്യാട്ടോ, എല്ലാവർക്കും ചെയ്യാം. ആരും അടിച്ചേക്കണ്ട, എല്ലാവർക്കും ചെയ്യാം. റെഡി? ഇതൊക്കെ ചെയ്താൽ നമ്മുടെ മെന്റൽ ഏജ് കുറയും, മാനസികമായ പ്രായം കുറഞ്ഞു കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ആഹ്ലാദത്തിന്റെ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയ ഹോർമോൺ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. യെസ്, ഞാൻ പാട്ട് വെച്ച് തരാം. മടി മാറ്റാനും നാണം മാറ്റാനും നല്ല ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും അവിടെ പ്ലാൻ ചെയ്തു. സ്റ്റില്ലാണ്, അനങ്ങാൻ പാടില്ല. മനോഹരമായി ചിരിച്ചുകൊണ്ടുള്ള സെൽഫിയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്താ? റെഡി? റെഡിയാണോ ചേട്ടാ? റെഡിയാണ്. ഓക്കെ. അപ്പൊ ഞാൻ 3 എന്ന് പറയും. അപ്പൊ നല്ല പാട്ട് വരൂ, സെൽഫി എടുത്തോളൂ. സെൽഫി എടുത്തോളൂ. ടൈമർ വെച്ചിട്ടുണ്ട്. ഞാൻ 4 എന്ന് പറയുന്നവരെ സ്റ്റില്ലായിട്ട് നിൽക്കുക. റെഡി അല്ലേ? എല്ലാരും ചെയ്യടാ. എന്തിനാ മടിക്കുന്നേ? എണീറ്റിട്ട് നമ്മളൊരു സെൽഫി എടുക്കാൻ പോവാണ്. റെഡി? ഓക്കെ. മടി മാറ്റാനാണ് നമ്മൾ ബാലസംഘത്തിലേക്ക് വരുന്നത് കേട്ടാ. ഓക്കെ ശരി. ഓക്കെ, പറ്റുന്നവര് ചെയ്തോ. ശരി. അപ്പോ 3 എന്ന് പറയുമ്പോൾ റെഡി അല്ലേ? ഓക്കെ, 3 സ്റ്റാർട്ട്. മ്യൂസിക് സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ, ഞാൻ 4 എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് എടുത്തു. ഇവർക്കൊരു നല്ല കൈ.
ലാ 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 ലല്ലലലലല ലല്ലലാ ലാ ലാ ലല്ലലലലല. ഇത് പാടി. ആ ഓക്കെ, ഒന്നുകൂടെ. ലാ 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 ലല്ലലലലല ലല്ലലാ ലാ ലാ ലല്ലലലലല. ആ ആ ആടാലോ വാടിപ്പാടാലോ ഈ കാലത്ത് കൂകി വിളിക്കാലോ. ഏയ് ഒന്നുകൂടെ ഒരുമിച്ച് ഉഷാറായിട്ട് മടിയെല്ലാം മാറ്റിപ്പാട്. ആടാലോ വാടിപ്പാടാലോ ഈ കാലത്ത് കൂകി വിളിക്കാലോ. ആ ഏയ് കൂകി വിളിക്കാലോ. ആ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയായി നമ്മൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയായി. ആ നമ്മൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയായി. ഓക്കെ, അങ്ങനെ കുറെ വരികളുണ്ട് അവിടെ കേട്ടോ തൽക്കാലം. ഓക്കെ, ഇപ്പൊ മിമിക്രി ചെയ്യുന്നത് സിമ്പിളാണ്. അതായത് നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അല്ലേ? അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ മക്കളെ ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള എല്ലാ കഴിവും പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാൻ. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കഴിവും പുറത്തു കൊണ്ടുവരിക. എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ട്, അത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ 1-2 ഐറ്റം പറഞ്ഞുതരാം, പഠിപ്പിച്ചു തരാം. നായ ഇറക്കുന്ന സൗണ്ട് അറിയില്ലേ? നായ എങ്ങനെ പഠിക്കാച്ചാല് ഓക്കെ വെയിറ്റ് നമ്മളെങ്ങനെ പഠിക്കാച്ചാല് ആദ്യം ഴ എന്ന് പറയുമ്പോൾ ഴ എന്ന് പറഞ്ഞേ. ഴ ആ ഴ എന്ന് പറഞ്ഞേ. ഴ അത് നമ്മൾ പതുക്കെ റോ എന്ന് പറയും. റോ റോ. പിന്നെ ഒന്നുകൂടെ റോ റോ റോ. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും സാധിക്കും. റെഡി? ദഫ് മുട്ട് അറിയാം? ദഫ് മുട്ട്. ആ അപ്പൊ ദഫ് മുട്ട് മുട്ടും പാട്ടും ഒരുമിച്ച് വരികയാണേ. നമുക്ക് നോക്കാം. മുട്ടും പാട്ടും ഇച്ചിരിയുടെ സൗണ്ട് കിട്ടുമോ? ഇച്ചിരിയുടെ സൗണ്ട് കിട്ടുകയാണോ? നന്നായിരുന്നു. ഹലോ ചെക്ക്. ഹലോ. ഒരുമിച്ച് വരികയാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മള് നിങ്ങൾ ആദ്യം ഇങ്ങനെ പിടിച്ചു. ഇതൊരു PVC പൈപ്പ് മുറിക്കുകയാണ്. അപ്പോൾ ഉള്ള ശബ്ദം നോക്കാം നമുക്ക്. റെഡി? PVC പൈപ്പ് മുറിക്കുകയാണ്. ഇത് ചെറിയൊരു മാറ്റം വരുത്തി നമുക്ക് ബാഗിന്റെ സിപ്പായിട്ട് ഇങ്ങനെ മാറ്റാം. ബാഗിന്റെ സിപ്പ് കണ്ടോളൂ. ബാഗിന്റെ സിപ്പ് ഇതൊന്നുകൂടെ മാറ്റം വരുത്തിയാൽ പാന്റിന്റെ സിപ്പാക്കി മാറ്റാം. ഞാനിട്ടിട്ടുണ്ട്, ശബ്ദം ഉണ്ടാക്കിയതാണ്. റെഡി? ഇതൊന്നുകൂടെ മാറ്റം വരുത്തി നമുക്ക് ഫൈബർ ഷീറ്റ് മുറിക്കുന്ന ശബ്ദത്തിലേക്ക് മാറ്റാം. ഫൈബർ ഷീറ്റ് കേട്ടോളൂ. ഇതൊന്നുകൂടെ മാറ്റം വരുത്തിയാൽ നമ്മൾ അലുമിനിയം ചാനൽ മുറിക്കുന്ന ശബ്ദത്തിലേക്ക് മാറ്റാം. അലുമിനിയം ചാനൽ. ഇതൊന്നുകൂടെ മാറ്റം വരുത്തിയാൽ നമ്മളെ കൊച്ചു കുട്ടികളെ കളിക്കുന്ന കാറില്ലേ, കാറിങ്ങനെ ഉരുട്ടുന്നേ അറിയില്ല, ആ അതിലേക്ക് നമുക്ക് മാറ്റാം. ഒന്ന് കണ്ടോ. നാടെ പോയിട്ട് എടുത്ത് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ശബ്ദങ്ങൾ? കേട്ടിട്ടുണ്ടോ? ഇനി നമ്മളൊരു ഡിസ്കവറി ചാനൽ പരിചയപ്പെടുകയാണ്. ഡിസ്കവറി ചാനൽ കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ നല്ല സൗണ്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ ആ സൗണ്ട് അപ്പുറം ഉള്ളത്, അതാണ്. നോക്കാം. Welcome to the Discovery Channel. You know, yes, it's a very super thing. You know, yes, he's a great lion, you know. Oh, yes, he's a lion. Oh, yes, you know, yes, it's a very dangerous snake. You know, yes, it's a very dangerous snake. Yes,
It's a very dangerous snake. Yes. Kira, yes, it's an elephant. Come on, escape. Yes, it's a very dangerous elephant. Kira, yes, it's a very dangerous elephant. Come on, escape. അതിങ്ങനെ പോകും. കണ്ടിട്ടുണ്ടോ? ഓക്കെ മക്കളെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു സന്ദേശം നൽകാൻ വേണ്ടി ഒരു മാജിക് കൂടെ ചെയ്ത് അവസാനിപ്പിക്കാം. റെഡി അല്ലേ? ഓക്കെ. മെസ്സേജ് പാസ് ചെയ്യാനാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ മൊബൈലിലുള്ള മെസ്സേജ് അല്ല കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ എല്ലാ കഴിവുകളും ഉണ്ട്. ആ കഴിവുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് ഏറ്റവും നല്ല തരത്തിൽ മുന്നോട്ട് പോകാനും വ്യക്തിത്വ വികസനവും ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മളെല്ലാം തന്നെ ബാലസംഘത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് ഒരുപാട് വിവേചനങ്ങളൊക്കെ ഉണ്ട്. ജാതിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ അസമത്വങ്ങളുണ്ട് അല്ലെ? അതെല്ലാം മാറ്റി ഒരുമിച്ചാക്കാനാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു മാജിക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഞാനിത് ഈ റിബണുകൾ എന്ന് പറഞ്ഞ ഒരു 5-6 റിബൺ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ റിബണുകൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മോനെ കുറച്ചുകൂടെ പൊക്കി പിടിക്കോ ചൂടെ. ഈ റിബണുകളുടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ തരത്തിലുള്ള അസമത്വങ്ങളാണ്. ജാതി, മതം, വർഗം, അങ്ങനെ പല തരത്തിലുള്ള അസമത്വങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഇടാൻ പോവാണ്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ ഈ റിബണിലേക്ക് ഇട്ടു. ഇത് വേറെ അസമത്വമാണ്. ജാതിന്റെ പേരിലുള്ള, മതത്തിന്റെ പേരിലുള്ള, വർഗത്തിന്റെ പേരിലുള്ള അല്ലെ അങ്ങനെ പല തരത്തിലുള്ള അസമത്വങ്ങളാണ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. റെഡിയാണോ? യെസ്. അപ്പൊ ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് മനെ കുറച്ച് പൊക്കിയിട്ട് പിടിക്കാം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ അസമത്വങ്ങളെല്ലാം തന്നെ മാറ്റി നമ്മളെ സമൂഹം നന്മയിലേക്ക് വരണം. അപ്പൊ ഇതെന്ത് വേണം? സ്വാഭാവികമായിട്ട് എന്ത് വേണം? ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് മാറണം. അതാണ് യൂണിറ്റി. നമ്മളെ ബാലസംഘവും വിഭാവനം ചെയ്തത് മനുഷ്യത്വമാണ്. മനുഷ്യൻ എന്ന മതത്തെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാജിക് ചെയ്യുന്നത്. ഏത് മാജിക്കിനായാലും ഒരു മന്ത്രം ഉണ്ടാവില്ലേ? അപ്പൊ ഇവിടെ മാജിക്കിന്റെ മന്ത്രം സിമ്പിൾ ആണ്. ഞാൻ 3 എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മനസ്സ് നന്നാവട്ടെ എന്ന് പറയാം. റെഡിയാണോ? അപ്പൊ മനസ്സ് നന്നായിക്കോളും. പിന്നെ ഇതെല്ലാം ജാതി, മതവും വർഗവും എല്ലാം അങ്ങ് അതിലുള്ള നശിച്ച സാധനങ്ങളൊക്കെ പോയിട്ട് ഒറ്റക്കെട്ടാവും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. ആൾറെഡി മാജിക്കിന്റെ മന്ത്രം ഇതാണ്. ഞാൻ 3 എന്ന് പറയുമ്പോ ഇങ്ങനെ കൈപിടിച്ച് മനസ്സ് നന്നാവട്ടെ പറഞ്ഞോളൂ. നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെയും അതേ രീതിയാണ്. മനസ്സ് നന്നാവട്ടെ നമ്മൾ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. റെഡി? ഓക്കെ. അപ്പൊ ആരംഭിക്കുകയാണേ. 3 എന്ന് പറയുമ്പോ എല്ലാരും പറയണേ. റെഡി? ഓക്കെ. 1. കൈ ഇങ്ങനെ പിടിച്ചു പതുക്കെ ഉറക്കെ പറഞ്ഞു. ഇതെന്തിനാ മടിക്കുന്നേ? ഉറക്കെ ശബ്ദത്തില്. ഓക്കെ. വെരി ഗുഡ്. മനസ്സ് നന്നാവട്ടെ എന്ന് പറഞ്ഞു. കണക്കാസ്. അപ്പൊ നോക്കാം, നമുക്ക് എന്താ സംഭവിക്കുക നോക്കാം. നമ്മളെ മനസ്സിന്ന് അനാവശ്യമായ തെറ്റായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ പോയി നമ്മുടെ സമൂഹത്തിലും പ്രകാശം പരക്കട്ടെ, നന്മ പരക്കട്ടെ എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ റിബൺ എടുക്കാൻ പോവാണ്. നോക്കാം എന്താ സംഭവിക്കുക. കൂടെ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാരോ ഒന്ന് വായിക്കാൻ പറ്റിയ അന്ധവിശ്വാസം, വർഗീയത, അസമത്വം, അന്ധവിശ്വാസം. അതെ, നമ്മുടെ ബാലസംഘം കൂട്ടുകാരൊക്കെ ഓക്കെ, നല്ലൊരു കൈ കൊടുക്കോ. നന്നായി വർഗീയത അല്ലേ? എന്താന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മള് വർഗീയത പാടില്ല. എല്ലാ മതങ്ങളെയും നമ്മൾ തുല്യമായിട്ട് കാണാൻ പഠിക്കണം അല്ലെ? പലതരത്തിലുള്ള തുല്യതമില്ലായ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസം, മുടി താടിയൊക്കെ നീട്ടി വളർത്തി ആ തീ വിഴുങ്ങുന്ന ആളായിട്ട് ഞാൻ ഇതിലും വലിയ തീ വിഴുങ്ങും.
അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ശാസ്ത്രത്തിന്റെ പിറകെ പോകണം. അപ്പൊ ഞാനിത് കത്തിക്കാൻ പോവാണ്. അപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്ത് പാടിവിടാൻ പാടില്ല, നല്ല കാര്യങ്ങൾ മാത്രം. അത് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ആരംഭിക്കുകയാണ്. ബന്ധവിശ്വാസം, അനാചാരങ്ങൾ, വർഗീയത, അസമത്വത്തെ നമ്മൾ കത്തിച്ച് നമ്മുടെ മനസ്സിൽ നിന്നും സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കാൻ പോവാണ്. അപ്പൊ റെഡി? നല്ലൊരു മ്യൂസിക്, ഒരു DJ മ്യൂസിക് കൂടി ഇട്ടോളൂ സർ. നല്ലൊരു മ്യൂസിക് കൂടെ വന്നോട്ടെ. അപ്പൊ നമ്മള് അവസാന നിമിഷത്തിലേക്ക് നമ്മുടെ പരിപാടിയുടെ അവസാന ആയിട്ട് നടക്കുകയാണ്. പിന്നെ എൻ്റെ നാട് കോളയാടാണ്. അവിടെ നിന്ന് വിളിച്ചു, പോകാൻ പറ്റിയില്ല. പാനൂരിൽ നിന്ന്, ചമ്പാടുന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ എന്തായാലും പ്രിയ സുഹൃത്താണ് മാഷ് വിളിച്ചത് കൊണ്ട് ഓടി വന്നു. സന്തോഷം വരാൻ സാധിച്ചതിൽ. പിന്നെ എല്ലാവരും ഇങ്ങനെ ചെത്തറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രതീക്ഷ പോലെ എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എവിടെയുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയിൽ സ്ഥാനങ്ങൾ, ശാസ്ത്രീയ ചിന്തകൾ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പരിപാടി ഒരു കാര്യം മാത്രം പറയാൻ പറഞ്ഞു, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.
വേദിയിൽ ഐഗിന്ദുവ, ഇവ, റൈഗ, നൈറ, ലോഹ, MEUP അംഗനവാടി. കൈമുട്ടി കൊടുക്കണം. ും
എല്ലാവരും ഒന്ന് കൈകൊട്ടി കൊടുക്കേ. ചങ്ങാതി
എല്ലാവരും ചേർന്ന് കയറി വന്നു.
പടക്കമോടി 4 ദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട വറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ടിവിടെ പാസം ഞാൻ മാറ്റുന്നു മരുപ്പെട്ട ഭൂവിടങ്ങൾ അതിൽ വർണ്ണത്തിൽ നിറയുള്ള തലപ്പുടങ്ങൾ എന്റെ റാപ്പിൽ കളിക്കുന്ന ശബ്ദസ്വരങ്ങൾ കേട്ട പാവത്തിൽ വിരിക്കുന്ന നവരസങ്ങൾ ശൃംഗാര നൗദര വീരപയാനകം കരുണം ദീപസം അത്ഭുതം ശാന്തം ഹാസ്യം ഏകാദിയാണെങ്കിലും കടാക്ഷമുന്നിലെ ഹാസ്യം തമസന്റെ മനസ്സിൽ തെളിച്ചെന്ന ശിരസിൽ വീക്ഷണം വിലസല ദൃഷ്ടികൾ നവസിൽ ആഗ്രഹങ്ങളസിൽ ശൈലികൾ അലസൽ രക്തമുള്ള പഞ്ചാരങ്ങളിലെ വേദം വിദ്യ കുടി നാട്ടുക നക്ഷത്രമരി വാർത്തടി പിടി കുട്ടികൾ സംഗീത ലഹരി തീർന്നുന്ന പാട്ടുകളുടെ പണിജാലകം അത് തൊട്ടുകാട്ടിയുള്ള വായിച്ചാസ് എനിക്ക് 10 ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 10 വ്യത്യസ്ത കാറ്റഗറിയിലാണ്. 8 ശരിക്കും പറയുകയാണെങ്കിൽ തിന്നിട്ടും കുടിച്ചിട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. 2 കറക്കിയിട്ടും, ആളെ കറക്കിയിട്ടല്ല, പുസ്തകം കറക്കിയിട്ടൊക്കെയാണ്. 5ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗിന്നസ് റെക്കോർഡ് നേടുക എന്നത്. അത് വർഷങ്ങളോളം അതിനു വേണ്ടി പരിശ്രമിച്ചു. അപ്പം 10 വ്യത്യസ്ത കാറ്റഗറിയിലാണ് എനിക്ക് ഗിന്നസ് കിട്ടിയത്. അപ്പം 5ാം ക്ലാസ്സിൽ ആഗ്രഹം എനിക്ക് സാധീകരിച്ച് കിട്ടിയത് എൻ്റെ 28ാമത്തെ വയസ്സിലാണ്. അത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ ആഗ്രഹം ഞാൻ മാറ്റി വെച്ചില്ല. അപ്പം ഫസ്റ്റ് 1 മണിക്കൂർ നമ്മളെ ചീനച്ചട്ടി കയ്യിൽ നിർത്താതെ കറക്കിയിട്ടാണ് ഫസ്റ്റത്തെ റെക്കോർഡ് കിട്ടിയത്. 2ാമത്തത് ഹുലാഹൂപ്പ് എന്ന് പറഞ്ഞ റിങ് ഉണ്ട്. അത് കയ്യിൽ 1 മിനിറ്റിൽ 274 പ്രാവശ്യം കറക്കിയിട്ടാണ്. 3ാമത്തെ റെക്കോർഡ് ഒരു ജ്യൂസ് 8 സെക്കൻഡിൽ കുടിച്ചതിനാണ്. 4ാമത്തത് വാട്ടർ ക്രസ് എന്ന് പറഞ്ഞൊരു ഇല 40 സെക്കൻഡിൽ കുറച്ചുണ്ടാവും ക്വാണ്ടിറ്റി, അത് കഴിച്ചതിനാണ്. 5ാമത്തത് ക്ലിമൻഡൻസ് എന്ന് പറഞ്ഞ 3 ഓറഞ്ച് 30 സെക്കൻഡിൽ കഴിച്ചതിനാണ്. 6ാമത്തത് പിന്നെ ഒരു കച്ചപ്പ് കുടിച്ചതിനാണ്. ടൊമാറ്റോ കച്ചപ്പ് 1/2 ലിറ്റർ 12 സെക്കൻഡ് കൊണ്ട് സ്ട്രോ ഉപയോഗിച്ച് കുടിച്ചതിനാണ്. പിന്നെ 8ാമത്തത് പഴത്തിൻ്റെ റെക്കോർഡ് ആദ്യം 18 സെക്കൻഡ് ആയിരുന്നു കൈ ഉപയോഗിക്കാണ്ട് കഴിച്ചത്. അത് ഞാൻ വീണ്ടും മറികടന്നിട്ട് 8 സെക്കൻഡിലേക്ക് ആക്കി മാറ്റി. പിന്നെ 9ാമത്തത് ബ്ലൂബെറി കഴിച്ചതാണ്. 10ാമത്തതും അങ്ങനെ ഭക്ഷിച്ചതിനാണ്. ബ്ലൂബെറി 298 പീസ് ബ്ലൂബെറി 3 മിനിറ്റ് കൊണ്ട് കഴിച്ചതാണ്. എൻ്റെ റെക്കോർഡെല്ലാം ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരുന്നെങ്കിലും ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം അഭ്യസിച്ച് ഉണ്ടാക്കിയെടുത്തത്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പുസ്തകം കറക്കിയിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം എന്തിന് ഗിന്നസ് റെക്കോർഡ് നേടാന്നുള്ള ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ കഴിവ് ഞാൻ മനസ്സിലാക്കി ഈ കറക്കാണ്. അന്ന് ഞാൻ കറക്കാൻ 1 മിനിറ്റ് ചെയ്തു. അത് പിന്നെയും വർദ്ധിപ്പിച്ചു. 5 മിനിറ്റായി, 20 മിനിറ്റായി, വർദ്ധിച്ചു അങ്ങനെ 1 മണിക്കൂറും 12 സെക്കൻഡും ചീനച്ചട്ടി കറക്കിയിട്ടാണ് ഫസ്റ്റ് റെക്കോർഡ് കിട്ടിയത്. ആ കറക്കൽ ഞാൻ നിങ്ങൾക്കൊന്നും ഇവിടെ കാണിച്ചു തരാം. ബാക്കി 8 റെക്കോർഡും ഭക്ഷണം കഴിച്ചതിനാണ്. അതെല്ലാം ഫാസ്റ്റായിട്ട് കഴിച്ചതാണ്. അതൊന്നും ഇപ്പം നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. എന്താ വെച്ചാൽ എല്ലാം ദിവസങ്ങളോളം മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് നേടിയെടുത്തത്. ഒരു പഴത്തിൻ്റെ റെക്കോർഡിൽ ഞാൻ 8 മാസത്തോളം പഴം സ്ഥിരം 3, 4, 5 പഴം കഴിച്ചിട്ടാണ് ഈ 8 സെക്കൻഡ് ആക്കിയെടുത്തത്. പഴം തൊലിയൊന്നും കളയാണ്ട് ഒരു മേശേൻ്റെ മേലെ വെച്ചിട്ട്
വായോണ്ട് തന്നെ തൊലിക്കുക, വായോണ്ട് തന്നെ കഴിക്കുക. കൈ രണ്ടും ബേക്കിൽ കെട്ടിയിട്ടിട്ടുണ്ടാവുക. അങ്ങനെ 8 സെക്കൻഡ് കൊണ്ട് ഒരു പഴയെല്ലാം കഴിക്കുക റിസ്ക്കാണ്. അതാണ് ഇവിടെയൊന്നും അത് അവതരിപ്പിക്കാനും പറ്റില്ല. കുട്ടികളൊക്കെ അത് അനുകരിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ആപത്തിലേക്കെല്ലാം എത്തും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഫുഡിൻ്റെ ഒരു പരിപാടി ഞാൻ ഒരു സ്റ്റേജിലും ചെയ്യലില്ല. ഈ കറക്കൽ പിന്നെ അത്ര റിസ്ക് അല്ല. ആരും തിരിച്ചതിനെ കൊണ്ടാക്കിയത് അന്നാരും ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാം. അതൊരു പ്രശ്നമല്ല. എനിക്ക് എന്തായാലും ആരെങ്കിലുമൊക്കെ ചെയ്യണം. എന്നെ കണ്ടിട്ട് ഞാൻ ഗിന്നസ് കിട്ടിയ കണ്ടിട്ട് 5-6 ആൾക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് പോവുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങുന്നതല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള റെക്കോർഡാണ്. ഗിന്നസ് റെക്കോർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഭയങ്കര സംഭവമായി. ഇപ്പോൾ ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് 3 മാസത്തോളം നമ്മൾ അതിന് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ തരും. അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ കംപ്ലീറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു മെയിൽ തരും, അപ്രൂവ് ആണ് എന്ന് പറഞ്ഞിട്ട്. ചിലതൊക്കെ റിജക്റ്റ് ആയി പോകും. എനിക്കിപ്പോൾ കിട്ടിയ റെക്കോർഡ് 10 എന്നാണ്. കിട്ടാണ്ട് പോയ 5-6 വേറുണ്ട് റിജക്റ്റ് ആയിപ്പോയി. ചെറിയ ചെറിയ ഫോൾട്ടിൻ്റെ പേരിലും എല്ലാം റിജക്റ്റ് ആയിപ്പോയത്. 6ഓളം റെക്കോർഡ്. അങ്ങനെയാണ് ഗിന്നസ് റെക്കോർഡ്. പിന്നെ എനിക്ക് വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ. പുറത്തുനിന്ന് കുറേ ആൾ പരിഹസിച്ചിട്ട് ഞാൻ ഈ അടുക്കളയെല്ലാം ഇറങ്ങിയിട്ട് പിന്നെ ചെമ്പും പാത്രം എല്ലാം കറക്കും. ഇന്നതില്ല, എൻ്റെ കയ്യിൽ എന്താ കിട്ടുന്നതൊക്കെ ഞാൻ കറക്കാൻ വേണ്ടി ശ്രമിക്കും. എനിക്കറിയുന്നൊരു കാര്യം കറക്കുകയാണ്, അല്ലാണ്ട് പാട്ടുപാടെ എന്നെ പ്രസംഗിക്കാൻ എനിക്കറിയുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് പറ്റുന്ന എന്താ കറക്റ്റ്. നമ്മൾ ടാലൻ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് നല്ല വീട്ടിൽ സപ്പോർട്ടായിരുന്നു. ഞാൻ ഈ 10 ഗിന്നസ് റെക്കോർഡ് നേടുക എന്നുള്ള 1 കിട്ടിയപ്പോഴാണ് 1 പോരാ, ഒരു 2 കൂടി ആയിക്കോട്ടെ വെച്ച് ഇങ്ങനെ പോയതാ. അങ്ങനെ 10 ഇപ്പോൾ എത്തി. അതൊരു വാശിയായിരുന്നു എനിക്ക്. ഗിന്നസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലഹരിയായി മാറി. ഇത് 10 നിർത്തൂല, ഒരു 12 ആണെന്ന് ഇപ്പോഴുള്ള ആഗ്രഹം. അതിനുള്ള പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപ്രൂവ് ആവുള്ളൂ എന്നുള്ള അറിയില്ല. അവർ ചെയ്തിരിക്കുന്നത് 10 സെക്കൻഡിൽ 1/2 ലിറ്റർ സുർക്ക കുടിച്ചതാണ്. ഒക്കെ റിസ്ക്കാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരും അനുകരിക്കാനും പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. സുർക്കെല്ലാം കുടിച്ചാൽ ചിലപ്പോൾ കുടലെല്ലാം പുറത്ത് വരും. റിസ്ക്കാണ്. ഞാൻ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതൊക്കെ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർഷങ്ങളോളം പ്രയത്നിച്ചാലും പ്രശ്നമില്ല. നമ്മൾ ഉയരങ്ങളിൽ എത്തിപ്പെടും. നമുക്ക് ഒരു ഉള്ളിൽ ആഗ്രഹമുണ്ട്. ആ ചുമരിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് വെച്ചിട്ട് അവിടെ ഇരുന്ന ആ ഇരുത്തം തന്നെ ഇരിക്കേണ്ടി വരും. നമ്മളെ വീട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും എത്തും. ഒരു ചിത്രം വരയ്ക്കുക അറിയുന്ന ഒരു കുട്ടീനാ രക്ഷിതാക്കൾ ചിത്രം വരക്കാണ്ട് വേറെന്തോ പഠിപ്പിക്കാൻ വിട്ട് അവനെ എവിടെ എത്തൂല. ചിത്രം വരയ്ക്കലും ഒന്നുകൂടി നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ ആ കുട്ടി എവിടെയെങ്കിലും എത്തും. കുട്ടി ചുമരുമേൽ ചിത്രം വരയ്ക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ ചൂടാവും. അതേ സ്ഥാനത്ത് ആ ചൂടാകുന്ന സ്ഥാനത്ത് നിങ്ങളൊരു ചാർട്ട് പേപ്പറോ ഒരു ക്യാൻവാസോ അടിച്ചിട്ട് മോനെ ഈ ചിത്രം വരച്ചോന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇവിടുന്ന് ആരെങ്കിലും പറയണ്ട ചുമരുമേൽ കുട്ടികൾ ചിത്രം വരച്ച ചാർട്ട് മേടിച്ചതരാന്ന് പറയണ്ട. ഇവിടുന്ന് ആരും മേടിച്ചു കൊടുക്കണ്ട. കുട്ടി ചുമരുമേൽ ചിത്രം വരച്ചാൽ പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾ പേപ്പറിൽ വരച്ചോന്ന് ഇവിടുന്ന് എത്ര ആൾ പറയൂ? പറയുന്ന ആളൊന്ന് കൈവയ്ക്കാം. ബാക്കിയുള്ള ആളൊന്നും പറയൂല. അതാ ഞാൻ പറയുന്നത്, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടില്ല. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയാൽ നമ്മളെ പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യും, നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ നമ്മളെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിവരങ്ങൾ എത്തിയത്. അതാ പറഞ്ഞാൽ എനിക്കൊരു വാശിയാണ്. എന്താ വെച്ചാൽ വെറും പ്രോത്സാഹനം മാത്രമായാലും നമ്മളെവിടെ എത്തൂല. ഞാൻ ഈ പുസ്തകം കറക്കിയപ്പോൾ സ്കൂളിൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വാശിയായി മാറി. ഈ അടി കിട്ടിയ കൊണ്ടാണ് ഈ 10 ഗിന്നസ് കിട്ടിയെന്ന് ഞാൻ പറയും. അതേ സ്ഥാനത്ത് ഈ അടിച്ച മാഷ് എൻ്റെ കൂടെ പറയാണ്, പൈസ ഈ നന്നായിട്ട് കറക്കുന്നുണ്ട്, നീ കറക്കൽ കുറച്ചും കൂടി ഒന്ന് പരിപോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. നമ്മളന്നത്തെ പ്രായം അതാണ്. നമ്മളെന്താ ചെയ്യുക? മാഷ് പറഞ്ഞതിന് ഓപ്പോസിറ്റ് അങ്ങ് നോക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങ് നോക്കണം എന്നുള്ള ചിന്ത നമുക്ക് വരിക. അതുപോലെയാണ് മാഷ് എന്നാൽ എൻ്റെ ഒരു നല്ലോണം കറക്കുന്നുണ്ട്, പൈസ നീ കറക്കിക്കോ, എനിക്കൊരു ഗിന്നസ് കിട്ടും എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാനത് ചെയ്യൂല. 2-3 മാഷന്മാർ അടി കിട്ടിയ പനക്ക് തോന്നി. മാഷ് പറഞ്ഞാൽ നിർത്തണ്ടല്ല, മദ്രസയൊന്നും അടി കിട്ടിക്ക് എന്തിനാപ്പോൾ ഇതിനാ നിർത്തുന്നത് മാഷ് പറയുന്നത് വെച്ചിട്ട് ആ കറക്കാണ് എന്നെ ഈ ഉയരങ്ങളിൽ എത്തിച്ചത്. അതാ ഞാൻ പറഞ്ഞ നിരുത്സാഹനം. അതും നമുക്കൊരു സക്സസ് ആയുള്ളൊരു ഇതായിരുന്നു. അല്ലാണ്ട് വെറും പ്രോത്സാഹനം കിട്ടിയതിനെ കൊണ്ട് ഒരാൾ എവിടെ എത്തൂല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനം ഒരു ഹാഫും മറ്റേ ഹാഫ് നിരുത്സാഹനമാണ്. രണ്ടും കൂടി ചേർന്നപ്പോഴാണ് എനിക്ക് 10 ഗിന്നസിൽ എത്താൻ കഴിഞ്ഞത്. നമ്മൾ
നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം, നിരുത്സാഹപ്പെടുത്തുകയും വേണമെന്നല്ല. പ്രോത്സാഹനം കിട്ടിയാൽ കൂടുതൽ നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ സ്കൂളിൽ തിരിച്ചോ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ തിരിച്ചിട്ടൊന്നും ആവൂലേ. അങ്ങനെ തിരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കാരണത്താലാണ് അത് തിരിച്ചതും. 1 മണിക്കൂർ പുസ്തകം എല്ലാരും നല്ലൊരു പ്രോത്സാഹനം കൂടെ. ക്ലാപ്പിന് സൗണ്ട് പോരാ, നല്ല സൗണ്ട് വരട്ടെ. നിങ്ങളെ ക്ലാപ്പിന്റെ സൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ മാസ്മരിക പ്രകടനങ്ങൾ നല്ല കുറേ സമയങ്ങൾ ഇങ്ങനെ പോവുക. അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക എല്ലാവരും. നമ്മളെ കുട്ടികൾ അടിക്കുന്ന ഒരു പ്രത്യേക തരം ക്ലാപ്പ് ഉണ്ടല്ലോ, അറിയില്ലേ? ആ അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ക്ലാപ്പോടെ പോരാ, സൗണ്ട് പോരാ. കൊറേ ക്ലാപ്പ് നല്ല സൂപ്പറായിട്ട് ഇവിടെ. ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമകത്തടുത്തിരുന്നേ, നടത്തിരുന്നേ, കൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണപൂണ്ടാനേ. ലബൈക പാടുന്നു ജനകൊടിയടകലമൊടിയോടടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമകത്തടുത്തിരുന്നേ, റബ്ബിൽ ഓതി വൈത്ത് നടത്തിരുന്നേ, കൽവിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണപൂണ്ടാനേ. പല ഭാഷ പല വേഷം പല വേഷമാവിടം, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിടം. പല ഭാഷ പല ദേശം പല ഭാഷമാവിടം, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിടം. അഖിലൊരു കരുളുള്ള വിളിച്ചത വിളിക്കട്ടെ, ആദ്രപത്തിൽ കളിവീത്തിൽ വിജനങ്ങൾ ഒരുമിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാൻ ഗുണപൂണ്ടാനേ. ഹാജറും മകനുമായി വന്നെത്തി, സഫ മറുവ കീടക്കവൻ സഫയുകൾ നടത്തി. സ്മരണത്തിൽ ഹാജറും മകനുമായി വന്നെത്തി, സ്മരണത്തിൽ ചെടി സംസ്ഫുടിച്ച് സഹുവാനിൽ സുബ്ഹാന തസ്ബീഹും തക്ബീറും ഊരിവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാൻ ഗുണപൂണ്ടാനേ.
മുടിയോടെ നടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടിത പൊതി നടക്കും ഉള്ള തുടച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തി രസിച്ച് പതിമക തടുത്തിടുന്നേ റബ്ബില്ലൂതി ബൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാന് ഗുണപൂണ്ടാനേ എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന പല സാധനങ്ങളുണ്ട്. ഈ മടഞ്ഞിട്ട് ചണ്ടി പെറുക്കാൻ ഉപയോഗിക്കുന്ന ബല്ലം മുതൽ പണ്ട് കാലത്ത് നമ്മുടെ സ്ത്രീകൾ ഇന്ന് ഇന്ത്യക്കാരാണ് എല്ലാ ജോലിയും ചെയ്തു തരുന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് നമ്മൾ എരിവ് വെച്ചിട്ട് 2 കല്ല് വരെ എടുത്ത് നടന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന എരിവ മുതൽ അടുക്കളയിൽ സ്റ്റാൻഡ് നിന്ന് അടുപ്പ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തുള്ള ഇത് ഇല്ലാത്ത കാലത്ത് നമ്മൾ ഉപയോഗിച്ച് നിലത്തിരുന്നിട്ട് കല്ല് അടുപ്പ് കൂട്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് അടുത്ത് ഇറക്കി വെച്ച് എടുക്കുന്ന ചെറിയ തെരുവ് മുതൽ എല്ലാ മീൻകൊട്ട വീടുകളിലേക്ക് മീൻ വരുന്ന ഇന്നത്തെ കാലത്ത് പണ്ട് ടൗണിൽ പോയി വാങ്ങുന്ന കാലം മീൻകൊട്ട മുതൽ എല്ലാ സാധനങ്ങളും ഒരു 5-10 ഐറ്റംസ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓല കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എളുപ്പം പറ്റുന്ന ഒരു ഇനമായ തെങ്ങുകയറ്റ തൊഴിലാളികൾ ബേക്കിലൊരു കൊക്ക ഇപ്പോൾ കാണാറുണ്ട്. 2 പണ്ട് കാലത്ത് ഒരു കൊട്ടയുണ്ട്. 2-3 കൊട്ടയും കൊണ്ടാണ് ഒരു തെങ്ങിൻ്റെ മുകളിൽ കാര്യം. ഇന്ന് പക്ഷേ അത് നിങ്ങൾ കാണാനുണ്ടാവില്ല. എന്താന്ന് പറഞ്ഞാൽ കൊട്ട വെക്കലുമില്ല, ഒന്നുമില്ല, തേങ്ങയില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇളന്നറെല്ലാം കൊത്തിപ്പോകുന്നതിന് ഈ കൊട്ടയാണ് ഉപയോഗിച്ചിരുന്നത്. ആ കൊട്ടയാണ് ഞാൻ ഇവിടെ മടയുന്നതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പ്രായമുള്ള ആളുകൾക്കും വലിയ ആളുകൾക്കെല്ലാം ഇത് പരിചയമുള്ള ആളുകളാണ്. ചെറിയ കുട്ടികൾക്ക് മാത്രം ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വളരെ എളുപ്പം കഴിയുന്ന ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. കൊട്ടമടയുമ്പോൾ കണ്ണി എങ്ങനെയെല്ലാം ആണ് മടഞ്ഞ് വെക്കുന്നത് എന്ന് ഓരോ കുട്ടികളും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് മറഞ്ഞു പോയിട്ടുള്ള ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നുള്ള രീതിയിലാണ് കൊട്ട പണ്ട് ഉണ്ടായിരുന്നത്. നിങ്ങളത് നോക്കുക, എങ്ങനെയാണ് സുധർമാട്ടൻ അത് മടയുന്നത്. ഓലമടയുന്നത് കണ്ടിട്ടുണ്ടാവാം. അതോടൊപ്പം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ഇനങ്ങളും മടയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഓരോ ഉൽപ്പന്നവും ആവുന്നു എന്നുള്ളത് ഇവിടെ നേരിട്ട് ലൈവായി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ തലമുറക്ക് സുധർമാട്ടം കാണിച്ചു തരുന്നു. ഇനി അടുത്ത തലമുറക്ക് ഈ പഠിച്ചിട്ട് ഇവിടുന്ന് ആളുകൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബാലസംഘം ഇത്തരത്തിലുള്ള ചില പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, കൊട്ട ഒരു സാധനം, ഒരു വികാരം നമുക്ക് ഉണ്ടാകുന്നില്ല. കൊട്ട ഒരു ഉപയോഗം ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഉപകരണം ഉണ്ടാവില്ല. എന്തെന്നാ അതിന്റെ ഉപയോഗം ആർക്കും അറിയാവോ? നമ്മട്ടൻ കൊട്ട മടയുന്നത് എന്തിനാ? കൊട്ട കിഴങ്ങിട്ടുണ്ട് പോകാനാ. ഈ കൊട്ട തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ടാ. തെങ്ങുമ്പോ നമ്മളെ ഉപജീവനമാർഗം തേങ്ങയാണ്. നമുക്ക് പല ശത്രുക്കളുണ്ട്. പല ശത്രുക്കൾ കാണണ്ട കേട്ടാൽ അത് കാണുന്നില്ല. അപ്പൊ പല ശത്രുക്കളുണ്ട് ഇതിന്. തെങ്ങിനുണ്ടാകുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. കീടങ്ങളുണ്ട്, ചില പക്ഷികളുണ്ട്. അപ്പോൾ തേങ്ങക്ക് എതിരായിട്ടുള്ള ഒരു പക്ഷിയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൂത്താള് പറഞ്ഞാൽ മതി. കുട്ടിയൊക്കെ അറിയേണ്ടതാണ്. കൊത്തി 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 പോകുന്നൊരു പക്ഷീനെ കണ്ടിട്ടില്ലേ? മരക്കൊത്തനെ കൊത്തി ഒരുപാട് പാട്ടുകൾ. ആർക്കെങ്കിലും ഒരു പാട്ട് പാടോ മരക്കൊത്തനെ പറ്റിയിട്ട്? മീൻകൊത്തിനെ പറ്റി പാടുമായിരിക്കും അല്ലേ? പാടൂല്ലേ? ആടെ വെക്കട്ടെ. അപ്പൊ ഈ മരക്കൊത്ത എന്താ ചെയ്യാ?
മരക്കൊത്തിന് അതിന്റെ പള്ളപ്പതാണ് എന്ന് വെച്ചാൽ അതിന്റെ ജീവൻ കൊണ്ടുപോയി എന്ത് വേണോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. മരക്കൊത്ത നേരെ അങ്ങ് കുരളിലേക്ക് പോകില്ല. മരക്കൊത്തിന് എന്താ ചെയ്യുക? നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കണം, നിങ്ങളെ ചുറ്റുമുള്ള പ്രകൃതി നിങ്ങൾ നിരീക്ഷിക്കണം. അതും ഒരു പഠനം. മരക്കൊത്തിന് എന്താ ചെയ്യുക? താഴെ ഒരു തെങ്ങിന്റെ ഒരാളെ കയറി പോയി നിന്നിട്ട് കൊത്തി 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 നിങ്ങളെല്ലാം ഒന്ന് നോക്കണം എങ്ങനെയാ കയറുന്നത്. എന്തിനാ കൊത്തി കൊത്തി കയറുന്നത്? അങ്ങ് കരിക്കിന്റെ നീരൂറ്റി കുടിച്ചിട്ട് കർഷകന് തേങ്ങ കിട്ടൂല. അപ്പൊ അതിനെ പ്രതിരോധിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഏകദേശം ഒരു വൃശ്ചികക്കാറ്റ് എന്നൊരു സംഭവം നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. ആ തണുപ്പ് വരുന്ന അവസരത്തിൽ ഇങ്ങനെ തെങ്ങമ്മക്കാര് തേങ്ങ ഇടുമ്പോൾ കൊട്ട മടഞ്ഞിട്ട് എന്ത് ചെയ്യും? കൊട്ട എന്ത് ചെയ്യും? കൊട്ട തെങ്ങിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യും? ചുറ്റി വെക്കും. അപ്പൊ മരക്കൊത്ത കൊത്തി 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 പോയി കൊട്ടയിലെത്തുമ്പോൾ മരക്കൊത്തനിങ് വയ്യോട്ട് പോരും. ഇനി നേരെ പോയ മരക്കൊത്തമാരുടെ എന്ത് ചെയ്യും? ഈ കൊട്ട കൊണ്ട് കരിക്കിന നമ്മൾ ആ മരക്കൊത്തനെ പ്രതിരോധിക്കാൻ കരിക്കിന ഈ കൊട്ട കൊണ്ട് എന്ത് ചെയ്യും? പൊതിഞ്ഞു വെക്കുകയും ചെയ്യും. അതാണ് ഈ കൊട്ടേന്റെ ഉപയോഗം. ഉപയോഗമില്ലാത്തൊരു സാഹചര്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ മനസ്സിൽ കയറില്ല. അത് കൂടാണ്ട് പിന്നെ സാധനങ്ങൾ കൊണ്ടുപോയി നമ്മൾ ഉപയോഗിക്കും, അത് വേറെ കാര്യം. പ്രാഥമികമായ ഉപയോഗം ഇതാണ്. അപ്പോ വാഴക്കൊലകളും വാഴക്കൊലക്കാരാ ചത്തു കടവാതിൽ വന്ന് ചടങ്ങാറാക്കുമ്പോൾ കൊല കൊണ്ട് പൊതിഞ്ഞേക്കും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് തന്നെ പറയും. അതെങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇനി നമ്മൾ ഗാനോത്സവത്തിലേക്ക് പോവുകയാണ്. ഈ ഗാനോത്സവം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കെല്ലാവർക്കും കൂടെ തുള്ളണം. എല്ലാവരും ഇവിടുന്ന് ഒന്നായിട്ട് പാടി തുള്ളി ഒരു ക്യാമ്പ് അവസാനിപ്പിക്കുന്നത് പോലെ നമുക്ക് ഇതിനെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടാവണം. പ്രായം മറന്ന് എല്ലാവരും, ചെറുപ്പക്കാർ, കുട്ടികൾ, പ്രായമുള്ളവർ എല്ലാവരും നമുക്ക് അവസാനം ഇതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടി കഴിയുന്നത് വരെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പാട്ട് പാടുന്ന ആളുകൾ എല്ലാവരും ഒന്ന് ഇവിടത്തേക്ക് കടന്നു വരണം. പാട്ട് പാടാൻ ഇവിടെ തയ്യാറായി വന്നിട്ടുള്ള എല്ലാവരും ഒന്നിവിടെ കടന്നു വരണം. കാരണം ഈ ഇവിടെ ലൈവ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അവർ എല്ലാ പാട്ടിനും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പാട്ട് പാടുന്ന മൊത്തം ആളുകളെ ഒന്നിച്ച് നിർത്തി അവരതിനെ പിന്നെ ചെയ്ത് അവർ പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാട്ടുകാരും ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം. എൻ്റെ ഹബീബ് അമ്പരമിസ്കിൻ്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടദനം. എൻ്റെ ഹബീബ് തിങ്കളിൽ ഉദിച്ചവര്, തിങ്കളായി പിറന്നവര്, തിങ്കളിൽ ഉദിച്ചവര്, തിങ്കളായി പിറന്നവര്, തങ്കശോഭദീന് ഇസ്ലാം തന്ന ഹബീബ് അമ്പരമിസ്കിൻ്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടദനം. എൻ്റെ ഹബീബ് തെന്നലായി തലോടിയതും എന്നിലിഷ്ടമേകിയതും, തെന്നലായി തലോടിയതും എന്നിലിഷ്ടമേകിയതും, വെണ്ണില പദം വരച്ച് എൻ്റെ ഹബീബ് മധുര സമരരംഗഭൂമി നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ, നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ. ലസലാം
സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ പാലനിന്റെ നാട്ടിലായി നവംബർ 7 ഇന്നലെ ഉദിച്ച രക്തതാരമേ ഉദയരാഗ പുഷ്പമേ ഉദിച്ച രക്തതാരമേ ഉദയരാഗ പുഷ്പമേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ഗംഗലകളിൽ രാജിരൻ തടങ്ങളിൽ ഉദിച്ച സുപ്രഭാതമേ നീ നയിക്കു ഗംഗയെ ഉദിച്ച സുപ്രഭാതമേ നീ നയിക്കു ഗംഗയെ നീ നയിക്കു നീ നയിക്കു നീ നയിക്കു ഗംഗയെ നീ നയിക്കു നീ നയിക്കു നീ നയിക്കു ഇന്ത്യയെ തുറങ്കരകളിൽ താരിരുമ്പടൈകളിൽ തളർന്നു വീണു ജീവിതം തകർന്നതാണ് ജീവിതം നമുക്ക് തന്നരായവർക്ക് നാം തിരിച്ചു നൽകിടും നമുക്ക് തന്നരായവർക്ക് നാം തിരിച്ചു നൽകിടും ചക്രവാള വീതി തീർത്തൊരതിരണിഞ്ഞ രാഷ്ട്രമായി മാറുമെൻ പ്രപഞ്ചമേ ചുവന്നതാണു നിൻമുഖം മാറുമെൻ പ്രപഞ്ചമേ ചുവന്നതാണു നിൻമുഖം ചുവന്നതാണു നിൻമുഖം ചുവന്നതാണു നിൻമുഖം ചുവന്നതാണു നിൻമുഖം ചുവന്നതാണു നിൻമുഖം നൂറു പൂക്കളെ നൂറ് നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ നൂറു പൂക്കളെ നൂറ് നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ